റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ 10ാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ റോം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്വസ് ഒറേലിയസ് എന്ന ചക്രവർത്തിയാണ്. നല്ലവനായ ഒരു ചക്രവർത്തി തന്നെയാണ്. മറ്റുള്ള ചക്രവർത്തിമാർക്കുള്ള ദൂഷ്യവശങ്ങളൊന്നും തന്നെ ഈ ചക്രവർത്തിക്കില്ല. സാധാരണഗതിയിൽ ഒരു രാജകുമാരൻ ആരെയെങ്കിലും കൊന്നിട്ടാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് രാജ്യഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മാർക്വസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ചക്രവർത്തിയായ ആൻറ്റോനൈനസ് പയസ് ഒരു താൽക്കാലിക ചക്രവർത്തി മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളപ്പോഴാണ് ചക്രവർത്തി സ്ഥാനം ലഭ്യമാകുന്നത്. ആ സമയത്ത് മാർക്വസിന് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പയസ് അധികം വൈകാതെ തന്നെ മരണമടയുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ മാർക്വസിന് ചക്രവർത്തിയാകാൻ സാധിക്കുമെന്നുമാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ആൻറ്റോനൈനസ് പയസിന് ഒരുപാട് വർഷം ജീവിച്ചിരിക്കാൻ സാധ്യമായി. ഒരുപാട് വർഷം അദ്ദേഹം മികച്ച ഒരു ചക്രവർത്തിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ആ കാലയളവിൽ വേണമെങ്കിൽ മാർക്വസിന് ആരും അറിയാതെ ആൻറ്റോനൈനസ് പയസിനെ കൊല്ലാമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പയസിനെ അദ്ദേഹം വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിരുന്നു. പയസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണവും അതുപോലൊക്കെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന് മാർക്വസ് വളരെ വേണ്ടപ്പെട്ട വ്യക്തി തന്നെ ആയിരുന്നു. മകന് തുല്യമായിട്ട് തന്നെയാണ് മാർക്വസിനെ കരുതി പോന്നിരുന്നത്. അതിനു പുറമെ സ്വന്തം മകളായ ഫൗസ്റ്റീനയെ കൊണ്ട് മാർക്വസിനെ വിവാഹം ചെയ്യിപ്പിക്കുകയും ഉണ്ടായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമാണ് പയസ് മരണമടയുന്നത്. അപ്പോഴേക്കും 40-ന് മുകളിൽ പ്രായമുണ്ടായിരുന്നു മാർക്വസിന്. അധികാരം ലഭിക്കാനായിട്ട് അദ്ദേഹം ക്ഷമയോടുകൂടി തന്നെ കാത്തിരുന്നു. ഒടുവിൽ അധികാരം അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ എത്തിച്ചേർന്നു. അങ്ങനെ കൈക്കുമ്പിളിൽ എത്തിച്ചേർന്ന അധികാരം ശരിക്കും അയാൾ വീതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ശരിക്കും വീതിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അയാൾക്ക് മാത്രമാണ് ആ അധികാരത്തിന് അർഹത ഉണ്ടായിരുന്നത്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരു അനിയനുണ്ട്. ലൂഷ്യസ് എന്നാണ് ആ അനിയൻ്റെ പേര്. അനിയന് 2ാം സ്ഥാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാർക്വസ് എന്തെങ്കിലും കാരണം കൊണ്ട് മരണമടയുകയാണെങ്കിൽ മാത്രം ലൂഷ്യസിന് അധികാരം കൊടുക്കുക. പക്ഷേ മാർക്വസിനൊന്നും തന്നെ സംഭവിച്ചില്ല. മാർക്വസ് അധികാരത്തിലേക്ക് എത്തി. എന്നാൽ മാർക്വസ് തനിക്ക് ലഭ്യമായ അധികാരത്തിൻ്റെ പകുതി ലൂഷ്യസിന് കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ റോമൻ സാമ്രാജ്യം ലൂഷ്യസും മാർക്വസും ചേർന്ന് ഭരിക്കാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ 6 മാസക്കാലയളവിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നവും അവരെ ബാധിക്കുന്നില്ല. സുഖകരമായിട്ട് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോയി. എന്നാൽ 6 മാസങ്ങൾക്ക് ശേഷം 161 AD അതിശക്തമായിട്ടുള്ള മഴയാണ് സംഭവിച്ചത്. ആ മഴയെ തുടർന്ന് റോമിലൂടെ ഒഴുകുന്ന ടൈബർ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള പ്രളയമാണ്. നിരവധി ആളുകൾക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമായി. കുറേയധികം ആളുകളുടെ വീട് നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ റോം സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യുദ്ധവും ആരംഭിക്കുകയാണ്. അവരുടെ ഒരു പ്രൊവിഷ്യായിട്ടുള്ള അർമേനിയയിലാണ് യുദ്ധം നടക്കുന്നത്. ആ കാലഘട്ടത്തിലെ പാർത്തിയൻ റൂളറായ വൊളഗേഷ്യസ് 4-മനാണ് ഈ യുദ്ധം നടത്തുന്നത്. അദ്ദേഹം അർമേനിയെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു. പക്ഷേ അതങ്ങനെ വെറുതെ വിടാൻ സാധിക്കുകയില്ല. അർമേനിയ റോമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അത് വീണ്ടെടുക്കണം, പകരം ചോദിക്കണം. പക്ഷേ മാർക്വസിന് ആ ഘട്ടത്തിൽ റോമിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നതല്ല. കാരണം വലിയ പ്രളയം സംഭവിച്ചിരിക്കുകയാണല്ലോ. വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയുമുണ്ട്. ഒരുപാട് ആളുകളെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. മാർക്വസ് അവിടെ തുടർന്ന് പോകണം. എന്നാൽ മാർക്വസ് മാത്രമല്ല ചക്രവർത്തി, ലൂഷ്യസുമുണ്ട്. ലൂഷ്യസിനെയാണ് അവിടേക്ക് അയക്കുന്നത്. ലൂഷ്യസിനൊപ്പം തന്നെ ഒരു വലിയ പടയും അയക്കുന്നുണ്ട്. ആ പടയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ജനറൽമാരും ഉണ്ടായിരുന്നു. ആ യുദ്ധം കുറേയധികം വർഷം നീണ്ടു പോവുകയാണ്. അതേസമയത്ത് മാർക്വസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില ഭരണനിർവഹണങ്ങൾ നടത്തുന്നുണ്ട്. തകർന്നു പോയിട്ടുള്ള റോമിൻ്റെ സാമ്പത്തിക ഭദ്രത തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. മുൻപ് ഹാഡ്രിയൻ ചക്രവർത്തി നടപ്പിലാക്കിയിട്ടുള്ള അതേ സിസ്റ്റം തന്നെയാണ്. സെനറ്റ് അംഗങ്ങളിൽ നിന്നും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 4 പേരെ തിരഞ്ഞെടുക്കും. അവർക്ക് വളരെയധികം ശമ്പളം ലഭ്യമാക്കുന്നതാണ്. ഒരുപാട് അധികാരങ്ങൾ ലഭ്യമാക്കുന്നതാണ്. റോമിൻ്റെ വിവിധ ഭാഗങ്ങൾ അവർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ്. അവർക്ക് ആ പ്രദേശങ്ങളൊക്കെ ഭരിക്കാൻ സാധ്യമാകുന്നതാണ്. പക്ഷേ പണ്ട് ഹാഡ്രിയൻ ഈ മജിസ്ട്രേറ്റ് സിസ്റ്റം നടപ്പിലാക്കിയപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. സെനറ്റുകാർക്കാണ് പ്രശ്നമുണ്ടായത്. കാരണം അവരുടെ അധികാരം നഷ്ടമാവുകയാണല്ലോ. വർഷങ്ങളായിട്ട് റോം ചക്രവർത്തി ഭരിക്കുകയാണെങ്കിൽ പോലും റോമിലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് സെനറ്റ് അംഗങ്ങളാണ്. 100 കണക്കിന് സെനറ്റ് അംഗങ്ങളുണ്ട്.
പക്ഷേ നൂറുകണക്കിന് ആളുകൾ അത്തരത്തിൽ റോം മുഴുവനും ഭരിക്കുക എന്ന് പറയുന്നത് അത്ര കൃത്യമായിട്ടുള്ള ഒരു ഭരണമായിരിക്കുകയില്ല. അതിലൊരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നതാണ്. ആ വീഴ്ചയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മജിസ്ട്രേറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. ഹാഡ്രിയൻ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇവിടെ ബുദ്ധിപരമായിട്ടുള്ള ചില നടപടികളാണ് മാർക്വേസ് നടപ്പിലാക്കുന്നത്. അദ്ദേഹം മജിസ്ട്രേറ്റ്മാരെ കൊണ്ടുവന്നു, പക്ഷേ അവർക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുക്കുന്നില്ല. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ വീണ്ടും ഈ മജിസ്ട്രേറ്റുമാരെ മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ കൂടി കൊണ്ടുവരികയാണ്. ഏറ്റവും മികച്ച രീതിയിൽ കഴിവ് തെളിയിച്ചു വരുന്ന സെനറ്റ് അംഗങ്ങൾക്ക് വീണ്ടും മജിസ്ട്രേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള 4 മജിസ്ട്രേറ്റുമാർ അവരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെങ്കിൽ അവരെ വീണ്ടും സെനറ്റ് അംഗമായിട്ട് തരം താഴ്ത്തുന്നതാണ്. സെനറ്റിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഒരു സെനറ്റ് അംഗത്തെ ആ മജിസ്ട്രേറ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് സെനറ്റ് അംഗങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉയർന്ന ശമ്പളം ലഭ്യമാകുന്ന ഉയർന്ന പദവികളുള്ള മജിസ്ട്രേറ്റ് ആയിട്ട് മാറാൻ സാധിക്കുന്നതാണ്. 4 വർഷങ്ങൾ കൂടി കടന്നുപോയി. 165 AD ആയി. പാർത്തിയൻസിനെതിരെ അർമേനിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിജയത്തിൽ വലിയ രീതിയിൽ വിജയിക്കാൻ റോമൻ പടയാളികൾക്ക് സാധ്യമായിട്ടുണ്ട്. പക്ഷേ അതിൽ ലൂഷ്യസിന് വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. ലൂഷ്യസിനെ അവിടെ യുദ്ധം നിയന്ത്രിക്കാനായിട്ട് അയച്ചുവെങ്കിൽ പോലും അയാൾ അവിടെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതമാണ് നയിച്ചു പോന്നിരുന്നത്. അദ്ദേഹം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ഇടപെടലുകളും നടപ്പിലാക്കുന്നില്ല. ഈ യുദ്ധത്തിൻ്റെ ഹീറോ ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് എവീഡിയസ് കാസിയസിനെയാണ്. കാസിയസ് അർമേനിയയിൽ നിന്ന് പാർത്തിയൻസിനെ തുരത്തി ഓടിച്ചു എന്ന് മാത്രമല്ല, തിരിച്ച് ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ പാർത്തിയൻസിൻ്റെ സാമ്രാജ്യത്തിലേക്കും അവർ പടം നയിച്ചു പോയി. അവരുടെ കുറേയധികം പ്രവിശ്യകൾ കീഴടക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും മെസപ്പൊട്ടോമിയ വരെയുള്ള ഭാഗങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. വളരെ മികച്ച ഒരു പോരാട്ടം തന്നെയാണ് കാസിയസ് അവിടെ കാഴ്ചവെച്ചത്. മാർക്വേസിന് വളരെയധികം താല്പര്യമാണ് ഈ ഘട്ടത്തിൽ കാസിയസിനോട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയാണ്. വെറും ഒരു ജനറൽ മാത്രമായിരുന്ന അദ്ദേഹത്തെ ഈജിപ്തിൻ്റെ അധികാരമുള്ള ഗവർണറാക്കി മാറ്റുകയാണ്. അതിനു പുറമെ കിഴക്കൻ റോമിൻ്റെ വൈസ്രോയി സ്ഥാനവും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും അതൊരു അബദ്ധമായിരുന്നു. വൈസ്രോയി സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള മിലിറ്ററി പവർ മുഴുവനും കാസിയസിൻ്റെ അണ്ടറിലാകുന്നതാണ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ മാർക്വേസിന് രുചിക്കാൻ സാധിക്കുന്നുണ്ട്. മാർക്വേസിൻ്റെ സഹോദരനായ ലൂഷ്യസിനെ അവിടേക്ക് യുദ്ധത്തിന് അയച്ചെങ്കിലും അയാളുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും വിജയത്തിന് ശേഷം അയാൾ സ്വയം ഒരു സ്ഥാനപ്പേര് തന്നെ ഏറ്റെടുക്കുകയാണ്, പാർത്തിക്കസ് മാക്സിമസ് എന്ന സ്ഥാനപ്പേര്. പിന്നീട് 1 വർഷത്തിന് ശേഷമാണ് അവിടേക്ക് പടയും നയിച്ചു പോയ സൈന്യം മടങ്ങി വരുന്നത്. ആ കൂട്ടത്തിൽ ലൂഷ്യസ് ഉണ്ട്. പക്ഷേ കാസിയസ് മടങ്ങി വരുന്നില്ല. കാരണം അയാൾക്ക് കിഴക്കൻ റോമിൻ്റെ അധികാരമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ മടങ്ങി വരുന്ന പട്ടാളക്കാരിലൂടെ ആയിരിക്കാം റോമിൽ വലിയ രീതിയിലുള്ള ഒരു പ്ലേഗ് പടർന്നു പന്തലിക്കുന്നുണ്ട്. അതായത് വസൂരിക്ക് സമാനമായിട്ടുള്ള ഒരു പകർച്ചവ്യാധി. ആൻറ്റോനൈനസ് പ്ലേഗ് എന്ന പേരിലാണ് ഈ പ്ലേഗ് അറിയപ്പെടുന്നത്. ഇത് കുറേയധികം വർഷങ്ങളോളം റോമിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്നുണ്ട്. എല്ലാ ദിവസവും 100 കണക്കിന് റോമാക്കാരാണ് മരണമടയുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട്. ടാക്സ് വലിയ രീതിയിൽ കുറയ്ക്കേണ്ടി വന്നു. കാരണം ആർക്കും കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാൻ സാധ്യമാകുന്നില്ല. റോമിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉന്തുവണ്ടിയിൽ ശവശരീരങ്ങളുമായിട്ട് പോകുന്ന പട്ടാളക്കാരെ, പൊർട്ടേറിയൻ ഗാർഡ്സിനെ ഒക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധ്യമാകും. ഇങ്ങനെ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയി ഒരു കൂമ്പാരം പോലെ ആ ശവങ്ങൾ അങ്ങനെ ഇടുകയാണ്. അതിനുശേഷം അത് അഗ്നിക്കിരയാക്കുകയാണ്. റോമിൻ്റെ മാൻ പവർ തന്നെ നഷ്ടമായി. വ്യാവസായിക സ്ഥാപനങ്ങളിലൊന്നും ജോലി ചെയ്യാൻ ആളില്ലാതെയായി. അതിനു പുറമെ പട്ടാളക്കാരിൽ തന്നെ വലിയ രീതിയിലുള്ള കുറവ് സംഭവിക്കുന്നുണ്ട്. മാർക്വേസ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ഒരുപാട് പുതിയ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ കുറേയധികം പേർ ഒരു യുദ്ധത്തിലും പങ്കെടുക്കാതെ തന്നെ ഈ രോഗം ബാധിച്ച് മരണമടയുകയുണ്ടായി. കൂടുതൽ പട്ടാളക്കാരെ ഇനിയും വേണം. വ്യാവസായിക സ്ഥാപനങ്ങളിലും ഒരുപാട് ജീവനക്കാരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് 1-2 പുതിയ നിയമങ്ങൾ ഇറക്കുകയാണ് മാർക്വേസ്. ഇപ്പോൾ ജയിലിലുള്ള ചില കൊള്ളക്കാർ, ആ കൊള്ളക്കാർക്ക് കണ്ടീഷനോടുകൂടി തന്നെ വിടുതൽ ലഭ്യമാക്കുകയാണ്. ഇനി ഒരിക്കലും പഴയതുപോലെ മോഷണ ശ്രമങ്ങളൊന്നും തന്നെ ചെയ്യുന്നതല്ല. ചക്രവർത്തി പറയുന്നത് പോലെ അല്ലെങ്കിൽ സെനറ്റ് അംഗങ്ങൾ പറയുന്നത് പോലുള്ള ജോലികൾ ചെയ്ത് ജീവിച്ചു കൊള്ളാം.
കൂടാതെ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കാനായിട്ടും കുറച്ചുപേരെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇതിലെന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, വീണ്ടും പഴയ എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് കടക്കുകയാണെങ്കിൽ പിന്നീട് അവരുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുകയില്ല, അവരെ ജയിലിൽ അടയ്ക്കാതെ നേരിട്ട് കൊല്ലാനുള്ള ഒരു ഓർഡറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിനു പുറമെ ഒരുപാട് ഗ്ലാഡിയേറ്റേഴ്സിനെ ഫ്രീ ആക്കുന്നുണ്ട്. ഗ്ലാഡിയേറ്റേഴ്സിനെ കുറിച്ച് ഈ വീഡിയോ സീരീസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും അടിമകൾ തന്നെയാണ് ഈ ഗ്ലാഡിയേറ്റേഴ്സ്, എന്നാൽ നല്ല ആരോഗ്യമുള്ള വ്യക്തികളാണ്. ഇവർ പരസ്പരം പോരാടും. അത് കാണാനായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുന്നതാണ്. കൊളോസിയത്തിലൊക്കെ അത്തരത്തിലുള്ള ഫെസ്റ്റിവൽ നടപ്പിലാക്കുന്നതാണ്. അങ്ങനെ ഇവർ പരസ്പരം കുത്തിയും കൊന്നുമൊക്കെ മരണമടയും. അത് കാണികൾക്ക് വലിയ സന്തോഷമാണ് നൽകുക. ചക്രവർത്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നതുമാണ്. അങ്ങനെയുള്ള ഗ്ലാഡിയേറ്റേഴ്സിന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അവരിൽ കുറേയധികം പേരെ പട്ടാളത്തിലേക്ക് എടുത്തു. മറ്റു ചിലർക്ക് വേറെ ചില ജോലികളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരികയാണെങ്കിൽ കൂടുതൽ ആശുപത്രികൾ സ്ഥാപിക്കുകയും അവിടെ കൂടുതലായിട്ട് രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ചരിത്രം അത് ഏതാണ്ട് ഒരു 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളൊന്നും തന്നെ ഇല്ല. വൈദ്യന്മാരുണ്ട്, പക്ഷേ വളരെ പ്രാകൃതമായിട്ടുള്ള ചില ചികിത്സാ രീതികളാണ് അവർ ഉപയോഗിക്കുന്നത്. അതിലൂടെ ആളുകളെ രക്ഷിക്കാൻ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അന്നുണ്ടായിരുന്ന ജനസമൂഹം വിശ്വസിച്ചിരുന്നത് ദൈവകോപം കാരണമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ മാർക്വസ് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട്, അവരുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കാനായിട്ട് മതപരമായിട്ടുള്ള പല ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പകരുന്നത്. 168 AD ആയപ്പോഴേക്കും എംപററായിട്ടുള്ള ലൂഷ്യസ് ഒരു സ്ട്രോക്ക് വന്ന് മരണമടയുകയാണ്. അതിനുശേഷം പിന്നീട് ഒരൊറ്റ ചക്രവർത്തി മാത്രമേ റോമിലുള്ളൂ, അത് മാർക്വസ് തന്നെയാണ്. മാർക്വസിന് ഫോസ്റ്റീനയിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ലൊരു ശതമാനം കുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ മരണമടയുകയാണ് ഉണ്ടായത്. അവസാനം ആ ബാല്യകാലത്തെ അതിജീവിച്ചു വന്ന ഒരൊറ്റ ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കമ്മോഡസ് ആണ്. എന്നാൽ വേറെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീക്ക് അടുത്ത ചക്രവർത്തിയായിട്ട് മാറാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാർക്വസിൻ്റെ മുൻപിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കമ്മോഡസ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന റോമൻ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാറില്ല. കാരണം മികച്ച കുറേ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ കഴിവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏറ്റവും മികച്ച കഴിവുള്ള ഒരാളെ ചക്രവർത്തിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ മാർക്വസിന് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും മാർക്വസിൻ്റെ ഭാര്യയായിട്ടുള്ള ഫോസ്റ്റീനയ്ക്ക്. മാർക്വസ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് 40 വയസ്സ് കഴിഞ്ഞു. 40 വയസ്സ് കഴിയുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്നതാണ്. കൂടാതെ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി നടക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്മോഡിയസിൻ്റെ പേര് മാർക്വസ് വിൽപ്പത്രത്തിൽ എഴുതി വയ്ക്കുകയാണ്. പക്ഷേ അത് എഴുതി വയ്ക്കുമ്പോഴും മാർക്വസിനും ഫോസ്റ്റീനയ്ക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു, അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് സെനറ്റ് അംഗങ്ങൾ ഇത് അംഗീകരിക്കുകയില്ല. കാരണം കമ്മോഡിയസ് വളരെ ഇറസ്പോൺസിബിളായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിൽ 16-17 വയസ്സ് മാത്രമാണ് പ്രായം. അയാൾ ഒരു സുഖലോലുപതയിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. എല്ലായ്പ്പോഴും അയാളോടൊപ്പം തന്നെ ഒരുപാട് വേശ്യാ സ്ത്രീകൾ ഉണ്ടായിരിക്കുന്നതാണ്. ശരിക്കും വേശ്യകൾ തന്നെ വേണമെന്നില്ല. അയാൾക്ക് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി അയാളോടൊപ്പം തന്നെ ശയിക്കണം. കാരണം അടുത്ത ചക്രവർത്തിയാകാൻ പോകുന്ന വ്യക്തിയാണ്, നിലവിലുള്ള ചക്രവർത്തിയുടെ മകനാണ്. ഒരു ദിവസം ഫൗസ്റ്റീന വളരെ ദേഷ്യത്തോടു കൂടി തന്നെ കമ്മോഡിയസിൻ്റെ അറയിലേക്ക് പ്രവേശിക്കുകയാണ്. നേരം വെളുത്തിട്ട് കുറേയധികം നേരമായി. പക്ഷേ ഒരമ്മയും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു കമ്മോഡിയസിൻ്റെ അറയിൽ അവർക്ക് കാണാൻ സാധ്യമായത്. കമ്മോഡിയസിൻ്റെ ശയ്യയിൽ കുറേയധികം സ്ത്രീകൾ കിടക്കുകയാണ് നഗ്നരായിട്ട്. ആ നഗ്നരായിട്ടുള്ള സ്ത്രീകളോടൊപ്പം തന്നെ ശയിക്കുകയാണ് കമ്മോഡിയസ്. ഫൗസ്റ്റീനയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഫൗസ്റ്റീന അവിടേക്ക് എത്തിച്ചേരുന്നത്. ഫൗസ്റ്റീന ഒരൊറ്റ അലർച്ചയാണ്. അലർച്ച കേട്ട് ഉറങ്ങിക്കിടന്ന എല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ്. സ്ത്രീകളൊക്കെ പല ദിക്കിലൂടെ ഓടി രക്ഷപ്പെട്ടു. അവസാനം അവശേഷിച്ചത് കമ്മോഡിയസ് തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ചില തുണികളൊക്കെ എടുത്ത് അയാൾ നാണം മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫൗസ്റ്റീന വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു, നീ ഇനി റോമിൽ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഗർമേനിയയിലേക്ക് പോവുക, അവിടെ നിൻ്റെ അച്ഛൻ നിന്നെ കാത്തിരിപ്പുണ്ട്.
ഗർമേനിയ അല്ലെങ്കിൽ ജർമേനിയ എന്ന് കേട്ടപ്പോൾ തന്നെ കമ്മോഡിയസ് ഞെട്ടിപ്പോവുകയാണ്. യുദ്ധം നടക്കുന്ന ജർമേനിയയിലേക്ക് എന്തിനാണ് ഞാൻ പോകുന്നത്? ഫൗസ്റ്റീനയ്ക്ക് അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. നീ ഇങ്ങനെ ജീവിതം നശിപ്പിക്കേണ്ട ഒരു വ്യക്തിയല്ല. നിനക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഭാവിയിലെ ചക്രവർത്തിയാകാൻ പോകുന്ന വ്യക്തിയാണ് നീ. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ തന്നെ ജർമ്മനിയിലേക്ക് പുറപ്പെടുക. ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളിത് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് വേറെ ഒരു ഓപ്ഷനില്ല. എത്രയും പെട്ടെന്ന് അവിടേക്ക് പുറപ്പെടുക. അച്ഛൻ്റെ ശിക്ഷണത്തിൽ നീ അവിടെ യുദ്ധത്തിൽ ഏർപ്പെടുക. യുദ്ധം വിജയിച്ചതിന് ശേഷം മാത്രം അച്ഛനോടൊപ്പം മടങ്ങി വന്നാൽ മതി. കമ്മോഡിയസിന് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ സൈന്യത്തോടൊപ്പം തന്നെ അയാൾ ജർമ്മനിയിലേക്ക് യാത്ര തിരിച്ചു. റോമിൽ നിന്നും വളരെയധികം അകലെയായിട്ട് ഉത്തരഭാഗത്തായിട്ടാണ് ഈ ജർമ്മേനിയ സ്ഥിതി ചെയ്യുന്നത്. അവിടെ റൈൻ നദിയുണ്ട്. ആ റൈൻ നദിയുടെ അപ്പുറത്തായിട്ട് ഒരുപാട് ട്രൈബൽസ്, ഗൗൾ വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബൽസ് ഉണ്ട്. അവർ ജർമ്മേനിയയിലെ അന്തേവാസികളാണ്. അവർ നിരന്തരമായിട്ട് റോമിനെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. റോമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ജർമ്മേനിയയിലെ ട്രൈബൽസ് എന്ന് പറയുന്നത് പ്രാകൃതരായിട്ടുള്ള ബാർബേറിയൻസ് ആണ്. അവർക്ക് ഒന്ന് പൊരുതി നിൽക്കാൻ പോലും സാധിക്കുന്നതല്ല. പക്ഷേ അവരുടെ യുദ്ധതന്ത്രം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ റോമക്കാർക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുന്നത്. യുദ്ധം ആരംഭിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ ആക്രമിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് റോമാക്കാർ തന്നെയാണ്. പക്ഷേ പരാജയം ഉടൻ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഈ ട്രൈബൽസ് തിരിഞ്ഞോടിക്കളയും. തിരിഞ്ഞോടിപ്പോകുന്നത് ഏതെങ്കിലും ഒരു ട്രാപ്പിലേക്കായിരിക്കും. അവർ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും. അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്ന റോമക്കാരെ ഒളിയുദ്ധത്തിലൂടെ കൊല്ലുകയാണ് പതിവ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ റോമക്കാർക്ക് ഒരു പരിചയമുള്ള സ്ഥലമല്ല. അവർ കുടുങ്ങിപ്പോവുക തന്നെയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നിരവധി റോമക്കാർ മരണമടഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു സൈന്യവുമായിട്ട് ഇതേ ട്രൈബൽസ് ജർമ്മേനിയക്കാർ വരും. വീണ്ടും ഈ യുദ്ധം ആരംഭിക്കും. ഇതുപോലെ തന്നെ പലായനം ചെയ്യും. പുറകെ ഓടുന്ന റോമക്കാരെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും റോമക്കാർ പുറകെ ഓടാതായി. പക്ഷേ ഈ യുദ്ധം വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വലിയ നാശനഷ്ടം തന്നെയാണ് രണ്ട് ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് കമ്മോഡിയസ് എത്തിച്ചേരുന്നത്. കമ്മോഡിയസിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തന്നെയാണ്. അവന് ഒരുപാട് പരിശീലനം വേണം. ആ പരിശീലനങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ജർമ്മേനിയ. കമ്മോഡിയസ് ജർമ്മേനിയയിലെ യുദ്ധം നടക്കുന്ന പ്രദേശത്ത് ആ ക്യാമ്പിൽ എത്തിച്ചേർന്നതിന് ശേഷം മാർക്വസ് ഒരു ദിവസം ഒരു വലിയ മീറ്റിംഗ് വെക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സൈനികരെ തൻ്റെ മകനായിട്ടുള്ള കമ്മോഡിയസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എല്ലാവരും ആ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നു. പക്ഷേ കമ്മോഡിയസ് മാത്രം എത്തിച്ചേർന്നില്ല. ഒരു സൈനികനിലൂടെ അറിയാൻ സാധിച്ചത് കമ്മോഡിയസ് ഇപ്പോൾ ഒരു ടെൻറ്റിലുണ്ടെന്നാണ്. വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മാർക്വസ് അങ്ങോട്ട് ഓടുകയാണ് ഉണ്ടായത്. ടെൻറ്റിൽ വന്ന് നോക്കുമ്പോൾ മാർക്വസ് കാണുന്നത് ഒരു സ്ത്രീയോടൊപ്പം ശയിക്കുന്ന കമ്മോഡിയസിനെയാണ്. വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ അർദ്ധനഗ്നനായ കമ്മോഡിയസിനെ അവിടെ നിന്നും വലിച്ചിറക്കി വെളിയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരുപാട് സൈനികരുണ്ടായിരുന്നു. ആ സൈനികരുടെ മുൻപിലേക്കാണ് കമ്മോഡിയസ് വന്നു വീഴുന്നത്. കമ്മോഡിയസിന് അത് വലിയ നാണക്കേട് തന്നെ ആയിരുന്നു. അവിടെ പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സൈനികർ. സാധാരണ സൈനികരാണ്, ജനറൽസ് ഒന്നുമല്ല, ഏറ്റവും താഴേക്കിടയിലുള്ള സൈനികരാണ്. ആ സൈനികരിൽ ഒരാളോട് കമ്മോഡിയസിനോട് പരിശീലനത്തിൽ ഏർപ്പെടാൻ പറയുകയാണ്. എന്നിട്ട് കമ്മോഡിയസിന് ഒരു വാൾ കൊടുക്കുന്നുണ്ട്. ഈ പരിശീലനങ്ങളിൽ അവർ യഥാർത്ഥ വാളല്ല ഉപയോഗിക്കുന്നത്, തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാളാണ്. ആ വാൾ ഉപയോഗിച്ച് കമ്മോഡിയസും ആ സാധാരണ സൈനികനും പരസ്പരം പയറ്റാൻ തുടങ്ങി. പക്ഷേ കമ്മോഡിയസ് ഇന്നേ വരെ ഇത്തരത്തിലുള്ള വാൾപ്പയറ്റിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. അയാൾക്ക് അത്ര ശാരീരിക ക്ഷമതയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായിട്ട് തന്നെ കമ്മോഡിയസിനെ തല്ലി നിലത്തിടുകയാണ് ഈ സാധാരണ പട്ടാളക്കാരൻ. ഈ ഒരു സന്ദർഭത്തിൽ കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ 4ാമത്തെ എപ്പിസോഡിൽ എന്തോ ഞാൻ പറഞ്ഞതാണ് കലിഗുലയെക്കുറിച്ച്. കലിഗുല ഇതുപോലെ ഒരു സൈനികനുമായിട്ട്, ഒരു സാധാരണ സൈനികനുമായിട്ട് ഒരു പരിശീലനത്തിൽ ഏർപ്പെട്ടു. ആ പരിശീലനത്തിൽ ആ സാധാരണ പട്ടാളക്കാരന് ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ അതിൽ പ്രകോപിതനായിട്ട് അടുത്ത് നിന്ന ആളുടെ കയ്യിൽ നിന്നും വാൾ വലിച്ചൂരി, തടി കൊണ്ടുണ്ടാക്കിയ വാളല്ല, ശരിക്കുമുള്ള വാൾ വലിച്ചൂരി ആ സൈനികനെ കൊന്നുകളയുകയാണ് ഉണ്ടായത്. അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു കലിഗുല. പക്ഷേ ഇവിടെയുള്ള മാർക്വസും കമ്മോഡിയസും അത്തരത്തിലുള്ള ആളുകളല്ല. കമ്മോഡിയസ് ഇങ്ങനെയുള്ള ഒരു അലമ്പനാണെങ്കിലും
അയാൾക്ക് അങ്ങനെ വലിപ്പക്കുറവൊന്നുമില്ല. അയാളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയും സാധാരണക്കാരാണ്. അടിമകളുമായിട്ടാണ് അയാൾക്ക് കൂടുതലും സൗഹൃദ ബന്ധമുള്ളത്. ഇവിടെ ആ സൈനികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അടി ശരിക്കും കമ്മോഡിയസിന് ഒരു നാണക്കേട് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ആ സൈനികനെ കൊല്ലാനോ പ്രതികാരം ചെയ്യാനോ ആയിട്ടോ ഒന്നും കമ്മോഡിയസ് മുതിരുന്നില്ല. മാർക്യൂസും അങ്ങനെ മുതിരുന്നില്ല. മാർക്യൂസിനും അതുതന്നെയായിരുന്നു കാണേണ്ടത്. കമ്മോഡിയസിൻ്റെ ബലഹീനത കമ്മോഡിയസ് മനസ്സിലാക്കണം. അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന കമ്മോഡിയസിനോട് വീണ്ടും മാർക്യൂസ് ആക്രോശിച്ചു. ചാടി എഴുന്നേറ്റ് വീണ്ടും യുദ്ധം ചെയ്യുക, വീണ്ടും പരിശീലനത്തിൽ ഏർപ്പെടുക. ആ സൈനികൻ്റെ അടി കിട്ടി കമ്മോഡിയസ് ശരിക്കും അവശനായി നിലത്ത് വീണു. ഒടുവിൽ സഹികെട്ട് കമ്മോഡിയസ് ചക്രവർത്തിയോട് പറഞ്ഞു, അച്ഛ, എനിക്ക് ഇത് സാധിക്കുന്നില്ല, ഈ വാൾ എനിക്ക് വഴങ്ങുന്നില്ല. ഈ വാൾ നിനക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ഞാൻ നിനക്കൊരു കാഴ്ച കാണിച്ചു തരാം. വാൾ വഴങ്ങാത്ത നിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കമ്മോഡിയസിനെയും കൂട്ടിക്കൊണ്ട് മാർക്വസ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം യുദ്ധം നടന്ന ഒരു യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഒരുപാട് സൈനികർ മരണമടഞ്ഞ് കിടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഗൗൾ ട്രൈബൽസുമുണ്ട്, അതുപോലെ റോമൻ പട്ടാളക്കാരുമുണ്ട്. ദാരുണമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. നീ നാളത്തെ ചക്രവർത്തിയാകാൻ പോകുന്ന വ്യക്തിയാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും മരണമടയാം. ഞാൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ നീ അധികാരത്തിൽ വരുന്നതാണ്. അധികാരത്തിലേറുന്ന നിനക്ക് വാള് പിടിക്കാൻ പോലും അറിയുകയില്ലെങ്കിൽ നിൻ്റെ അവസ്ഥ ഇതുതന്നെയായിരിക്കും. ചുറ്റിനും ശത്രുക്കളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പട്ടാളക്കാരെക്കുറിച്ചല്ല, സെനറ്റ് അംഗങ്ങളെക്കുറിച്ച് തന്നെയാണ്. പിന്നെ ഗവർണർമാരുമുണ്ട്. അവർ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു കായിക ശേഷിയും ഇല്ലാത്ത, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത നീ ചക്രവർത്തിയാവുകയാണെങ്കിൽ അവർ നിന്നെ കൊല്ലുന്നതാണ്. നിന്നെ കൊന്ന് അധികാരം അവർ ഏറ്റെടുക്കുന്നതാണ്. വെസ്പേഷ്യൻ്റെ ചരിത്രം നിനക്കറിയാമല്ലോ. ഫ്ലാവിയൻ ഡൈനാസ്റ്റി എങ്ങനെയാണ് സ്ഥാപിച്ചതെന്ന് നിനക്കറിയാമല്ലോ. അത് വീണ്ടും ആവർത്തിക്കും. അത് ആവർത്തിക്കാൻ പാടില്ല. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നീ യുദ്ധത്തിൽ കേമനാകണം. നിൻ്റെ കയ്യിൽ വാള് വഴങ്ങണം. ജർമ്മനിയുടെ അതിർത്തിയിൽ ഇപ്പോൾ നടക്കുന്നത് റോം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ്. ദുർബലരായിട്ടുള്ള സൈനികർ തന്നെയാണ് ഈ ട്രൈബൽസ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവർ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. റോമിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയുമായി മാറുന്നുണ്ട്. ഒന്നാമത് റോമൻ സാമ്രാജ്യത്തെ വലിയൊരു പ്ലേഗ് അല്ലെങ്കിൽ പകർച്ചവ്യാധി പിടികൂടിയിരിക്കുകയാണ്. അത് കാരണം ഒരുപാട് പേര് മരണമടയുകയാണ്. അതിന് പുറമെയാണ് യുദ്ധത്തിലൂടെ പട്ടാളക്കാർ മരണമടയുന്നത്. പുതുതായിട്ട് പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കൂടുതൽ പണം സെനറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പണമെല്ലാം തന്നെയും ഈ യുദ്ധത്തിനു വേണ്ടി ചെലവഴിച്ചു കൊണ്ടും ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മാർക്യൂസിന് വലിയ രീതിയിലുള്ള ഒരു രോഗബാധ ഉണ്ടാകുന്നു. അദ്ദേഹം ശയ്യയിൽ ആകുന്നു. ശക്തമായിട്ടുള്ള വയറുവേദനയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് അതൊരു സ്റ്റൊമക്ക് ക്യാൻസർ ആകാനാണ് സാധ്യത എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഈ കലശലായിട്ടുള്ള വയറുവേദന ഉണ്ടാകുന്നുണ്ട്. കുറേ നാൾ ആ വയറുവേദന കാരണം അദ്ദേഹം ശയ്യയിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. ഈ വാർത്ത അധികം വൈകാതെ റോം മുഴുവനും പരക്കുകയുണ്ടായി. അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയാണ് ശരിക്കും റോമിലുള്ള ആളുകൾ അറിയുന്നത്. സെനറ്റ് അംഗങ്ങൾ ഈ വാർത്ത എത്തിച്ചേരുന്നുണ്ട്. അവർ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അടുത്ത ചക്രവർത്തിയാകാനുള്ള സാധ്യത ആർക്കൊക്കെയാണെന്ന് വിലയിരുത്തുന്നുണ്ട്. ആർക്കൊക്കെ അട്ടിമറിക്കാൻ സാധ്യമാകുമെന്ന് അവർ അനുമാനിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇതേ വാർത്ത ഫൗസ്റ്റീനയുടെ ചെവിയിലും എത്തിച്ചേരുന്നുണ്ട്. ഫൗസ്റ്റീന ആകെ തകർന്നുപോയി. ഭർത്താവ് മരണമടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചക്രവർത്തി പുതുതായിട്ട് വരുന്നതാണ്. അത് കമ്മോഡിയസ് ആകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. കാരണം കമ്മോഡിയസ് വളരെ ഇറസ്പോൺസിബിളായിട്ടുള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരിക്കലും കമ്മോഡിയസിനെ സെനറ്റ് അംഗങ്ങൾ അംഗീകരിക്കുന്നതല്ല. അപ്പോൾ മറ്റൊരു വ്യക്തിയായിരിക്കും എംപററായിട്ട് വരിക. അങ്ങനെ എംപററായിട്ട് ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും മുൻ ചക്രവർത്തിയുടെ വീട്ടുകാരെ എല്ലാവരെയും കൊന്നുകളയുന്നതാണ്. കാരണം അവർക്ക് അധികാരം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കമ്മോഡിയസ് ജീവനോടെ തന്നെ ഉണ്ട്. ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാനായിട്ട് കമ്മോഡിയസിനെയും കമ്മോഡിയസിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഫൗസ്റ്റീനെയും സഹോദരിമാരെയും ഒക്കെ കൊല്ലാനുള്ള ഒരു സാധ്യത ഫൗസ്റ്റീന കാണുന്നുണ്ട്. മാർക്വസിനും ഫൗസ്റ്റീനയ്ക്കും ഒരു മൂത്ത മകളുണ്ട്. കമ്മോഡിയസിനേക്കാൾ 12 വയസ്സ് മൂത്ത ലൂസില്ല. ലൂസില്ലയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലേഡി. ഫൗസ്റ്റീനയേക്കാൾ ശക്തയാണ്. അവർ പൊളിറ്റിക്സിൽ കാര്യമായിട്ട് ഇടപഴകുന്നുണ്ട്. സ്ത്രീകൾക്കും ചക്രവർത്തിയായിട്ട് മാറാൻ സാധിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൂസില്ല മികച്ച ഒരു ചക്രവർത്തിയായിട്ട് മാറുമായിരുന്നു. അവർക്ക് അധികാരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രീതിയുണ്ട്. പക്ഷേ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് അതൊന്നും സാധിക്കുകയില്ല. പക്ഷേ ലൂസില്ലയ്ക്ക് എങ്ങനെയെങ്കിലും അധികാരം ലഭ്യമാകണമെന്നുണ്ട്.
അത് നേരിട്ടല്ലാതെ ആണെങ്കിൽ പോലും അവർക്ക് അത് ആസ്വദിക്കാൻ സാധ്യമാകണം. ലൂസില്ലയുടെ ചെവിയിലും ഈ മരണവാർത്ത എത്തിച്ചേരുന്നുണ്ട്. അതിൽ അവർക്ക് വലിയ രീതിയിലുള്ള വിഷമവുമുണ്ട്. കമ്മോഡിയസ് ചക്രവർത്തിയാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ കമ്മോഡിയസിനോട് വലിയ അസൂയ തന്നെയാണ് ലൂസില്ലയ്ക്കുള്ളത്. എന്നാൽ കമ്മോഡിയസിനെ സെനറ്റ് അംഗങ്ങൾ ചക്രവർത്തിയാക്കുമോ? വേറെ ആരെങ്കിലും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ലൂസില്ല വളരെയധികം പരിഭ്രമത്തോടു കൂടി തന്നെയാണ് അവളുടെ അമ്മയായ ഫൗസ്റ്റീനയുടെ അരികിലേക്ക് പോകുന്നത്. പക്ഷേ ഫൗസ്റ്റീന എവിടേക്കോ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർ എന്തൊക്കെയോ സാധനങ്ങൾ അവരുടെ സേവകരെ ഉപയോഗിച്ചിട്ട് വലിയ പെട്ടികൾ അടുക്കി വയ്ക്കുന്നുണ്ട്. ലൂസില്ലയ്ക്ക് മനസ്സിലായി എന്തോ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അമ്മ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് അമ്മയുടെ ഉദ്ദേശം? ഈജിപ്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. എത്രയും പെട്ടെന്ന് ഈജിപ്തിൽ എത്തിച്ചേരണം. എന്നിട്ട് എന്താണ് എന്നോട് ഇതൊന്നും പറയാഞ്ഞത്? ലൂസില്ലയ്ക്ക് വലിയ അമർഷം തോന്നി. അമ്മ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും മരണഭയത്താൽ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഇവിടെ സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാവരെയും കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. ആരെയും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അമ്മ സ്വയം ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, എന്നെ കൂട്ടുന്നില്ല. ഫൗസ്റ്റീനയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉടൻ തന്നെ മടങ്ങി വരും. നിനക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല. നമ്മുടെ കുടുംബം തന്നെ ഈ അധികാരത്തിൽ തുടരും. ഫൗസ്റ്റീനയ്ക്ക് ഒരിക്കലും ലൂസില്ലയെ താൻ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല. ഒരു മകളെ ഒരിക്കലും അമ്മയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തേക്കല്ല അവർ പോകാനായിട്ട് ശ്രമിക്കുന്നത്. ലൂസില്ല ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ അവിടെ നടക്കുന്നതാണ്. ഫൗസ്റ്റീന യാത്ര പുറപ്പെടുന്നത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിൽ ഇപ്പോൾ അവിഡിയസ് കാസിയസ് ആണ് ഭരിക്കുന്നത്. റോമിൽ മാർക്യൂസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി കാസിയസ് തന്നെയാണ്. കാസിയസ് ആണല്ലോ പാർത്തിയസിനെ നിസ്സാരമായിട്ടുള്ള 4 വർഷങ്ങൾ കൊണ്ട് കീഴടക്കിയത്. അത്രയും കേമനായിട്ടുള്ള കാസിയസ് ഇപ്പോൾ ഈസ്റ്റിലെ വൈസ്രോയി കൂടിയാണ്. അവിടുത്തെ സൈനികരുടെ മേലുള്ള അധികാരം പൂർണ്ണമായിട്ടും ഈ കാസിയസിനുണ്ട്. ശക്തനായ ആ കാസിയസിനോടൊപ്പം ചേർന്നാൽ മാത്രമേ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ജീവൻ നിലനിർത്താൻ സാധ്യമാവുകയുള്ളൂ. ഫൗസ്റ്റീനയ്ക്ക് നല്ല ബോധ്യം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പരിവാരവുമായിട്ട് അവർ മെഡിറ്ററേനിയൻ കടൽ താണ്ടി അപ്പുറത്തുള്ള ഈജിപ്തിൽ എത്തിച്ചേരുകയാണ്. ഈജിപ്തിൽ അവർ നേരെ പോയി കാണുന്നത് ഈ കാസിയസിനെ തന്നെയാണ്. കാസിയസ് ഫൗസ്റ്റീനയുടെ പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടൽ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം മാർക്യൂസ് മരണമടഞ്ഞു എന്നുള്ള വാർത്ത കാസിയസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഭർത്താവ് മരണമടഞ്ഞ ഉടൻ തന്നെ ഭാര്യ ഇവിടേക്ക് വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലായിരിക്കുമല്ലോ. കൂടാതെ പുതിയ ചക്രവർത്തിയുടെ അവരോധനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടത് ഫൗസ്റ്റീന തന്നെയാണ്. ഫൗസ്റ്റീനയോട് കാര്യം തിരക്കി. എന്തിനാണ് താങ്കൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഇപ്പോൾ താങ്കൾ ഉണ്ടായിരിക്കേണ്ടത് റോമിൽ തന്നെയല്ലേ? ഫൗസ്റ്റീനയ്ക്ക് ഒരുപാട് വിഷമങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അടുത്ത ചക്രവർത്തിയായിട്ട് ഒരിക്കലും സെനറ്റ് അംഗങ്ങൾ കമ്മോഡിയസിനെ സ്വീകരിക്കുന്നതല്ല. കാരണം കമ്മോഡിയസ് വളരെ മോശക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് കാര്യമായിട്ടുള്ള കാര്യശേഷി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആരും എപ്പോൾ വേണമെങ്കിലും റോം കീഴടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരി, നിങ്ങൾ എന്തിനാണ് എൻ്റെ അരികിലേക്ക് വന്നത്? അങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ച്, പ്രൊട്ടേറിയൻ ഗാർഡിനെ ഉപയോഗിച്ച് അത് ചെറുത്ത് നിൽക്കുകയല്ലേ വേണ്ടത്? ഫൗസ്റ്റീന അതിന് മറുപടിയായിട്ട് വിവസ്ത്രയാവുകയാണ് ചെയ്തത്. അവർ രണ്ടുപേരും മാത്രമുള്ള ആ അറയിൽ വെച്ച് ആദ്യമായിട്ട് ഫൗസ്റ്റീന വിവസ്ത്രയായി നിൽക്കുന്നത് കസിയസ് കാണുകയാണ്. കസിയസിന് കാര്യങ്ങൾ ഏതാണ്ടൊരു ധാരണ ലഭ്യമായി. ഒരുപക്ഷെ എന്നെ അടുത്ത ചക്രവർത്തിയായിട്ട് കാണുന്നുണ്ടായിരിക്കും ഫൗസ്റ്റീന. കാരണം മാർക്വസ് കഴിഞ്ഞാൽ പിന്നെ ശക്തനായിട്ടുള്ള വ്യക്തി അത് ഞാൻ തന്നെയാണ്. ആ ദിവസം ആ അറയിലാണ് ഫൗസ്റ്റീനയും കാസിയസും ശയിക്കുന്നത്. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ കാസിയസിന് കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. അടുത്ത ചക്രവർത്തിയാകാൻ പോകുന്നത് ഞാനാണ്. മാർക്വസിൻ്റെ ഭാര്യയായിരുന്ന ഫൗസ്റ്റീന ഇനി എൻ്റെ ഭാര്യയായിരിക്കും. ഫൗസ്റ്റീനയുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഫൗസ്റ്റീന ഇതൊക്കെ തന്നെയാണ് കാസിയസുമായിട്ട് പങ്കുവച്ചത്. വലിയൊരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കാസിയസിന് സാധ്യമാകുന്നുണ്ട്. ഈജിപ്തിലുള്ള സൈനികരുണ്ട്, സിറിയയിലുള്ളവരുണ്ട്, ജുദയയിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ അറേബ്യയിലുള്ള ആളുകളുമുണ്ട്. അങ്ങനെ ഒരു വലിയ സൈന്യവുമായിട്ട് പട നയിച്ചു പോവുകയാണ്. കാസിയസ് നേരിട്ട് അങ്ങോട്ട് പോകുന്നില്ല, പക്ഷേ ജനറൽമാരെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ വലിയൊരു ട്വിസ്റ്റുണ്ട്. ശരിക്കും മാർക്വസ് മരണമടയുന്നില്ല. അയാൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തുകയാണ്. വീണ്ടും കൂടുതൽ ഊർജ്ജമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അയാൾക്ക് അടിക്കടി ഉണ്ടാകുന്ന ഒരു വയറുവേദന മാത്രമായിരുന്നു.
കുറച്ച് നാൾ ഷെയയിലായിരുന്നു, പക്ഷേ വീണ്ടും അയാൾ പൂർവ്വ അവസ്ഥയിൽ തന്നെ എത്തിച്ചേർന്നു. അപ്പോഴേക്കും ഈ റൂമറുകളൊക്കെ തന്നെയും റോം മുഴുവനും വ്യാപിക്കുകയുണ്ടായി. ഫൗസ്റ്റീന കാസിയസിനെ കാണാനായിട്ട് ഈജിപ്തിൽ പോയതും അവിടെ അവർ ക്ഷയിച്ചതും കാസിയസിനെ സ്വാധീനിച്ച് ഒരു പടയുമായിട്ട് റോം കീഴടക്കാനായിട്ട് പോകുന്നതുമെല്ലാം പാട്ടായി. ഇത് മാർക്വസിൻ്റെ ചെവിയിലും കമ്മോഡിയസിൻ്റെ ചെവിയിലും എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം അവർക്ക് ഫൗസ്റ്റീനയെ അത്രയധികം വിശ്വാസമായിരുന്നു. പക്ഷേ ഗർമേനിയയിലെ അതിർത്തിയിലുണ്ടായിരുന്ന പട്ടാള ജനറൽമാർ ഇത് വിശ്വസിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഫൗസ്റ്റീന എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യദ്രോഹിയാണ്. മാർക്വസ് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ രാജ്യം അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഫൗസ്റ്റീനയും ഈ വാർത്ത അറിയുന്നുണ്ട്. മാർക്വസ് ജീവനോടെ ഉണ്ട്. തനിക്ക് പറ്റിയ വലിയ അമളി ഓർത്ത് അവർക്ക് വിഷമം തോന്നി. കാസിയസിന് വേറെ ഓപ്ഷനില്ല. യുദ്ധം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. മാർക്വസിന് ഈ ജീവനോടുണ്ടെങ്കിൽ പോലും ഈ യുദ്ധം തുടർന്ന് പോവുക തന്നെ വേണം. പക്ഷേ ഫൗസ്റ്റീനയ്ക്ക് അവിടെ തുടരാൻ സാധിക്കുമായിരുന്നില്ല. തൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ അവർ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് സ്വന്തം കുടുംബത്തെ തന്നെയാണ്. ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. പക്ഷേ മാർക്വസ് ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാർക്വസിൻ്റെ അരികിലേക്ക് പോകണം. ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞാണ് ജർമ്മേനിയയിൽ ഫൗസ്റ്റീന എത്തിച്ചേരുന്നത്. അവിടെ ആദ്യമായിട്ട് അവൾ കാണുന്നത് തൻ്റെ മകനായിട്ടുള്ള കമ്മോഡിയസിനെ തന്നെയാണ്. കമ്മോഡിയസിന് ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് ചോദിക്കാനുണ്ടായിരുന്നു. എന്താണ് അമ്മ ഈ കേൾക്കുന്നത്? ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കമ്മോഡിയസിനോട് അവർക്കൊന്നും തന്നെ മറച്ചു വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ നടന്ന കാര്യമെല്ലാം പറഞ്ഞു. താൻ ഈ പ്രവൃത്തി ചെയ്തത് സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കമ്മോഡിയസിന് ശരിക്കും അമ്മയോട് സഹതാപവും സ്നേഹവും തന്നെയാണ് തോന്നിയത്. കമ്മോഡിയസിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അമ്മയായ ഫൗസ്റ്റീന. പക്ഷേ അച്ഛനോട് ചെയ്തത് ഒരു തെറ്റായി പോയോ എന്നൊരു സംശയം കമ്മോഡിയസിനുണ്ട്. അമ്മ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ നേരിട്ട് പോയി കാണണം. അച്ഛൻ ടെൻറ്റിലുണ്ട്. അച്ഛനോട് നടന്ന കാര്യങ്ങളെല്ലാം അതേപടി പറയണം. പക്ഷേ അങ്ങനെ പറയാൻ ഫൗസ്റ്റീനയ്ക്ക് സാധിക്കുമായിരുന്നില്ല. മകനായിട്ടുള്ള കമ്മോഡിയസ് വിശ്വസിക്കുന്നത് പോലെ മാർക്വസ് വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അതേപടി അച്ഛനോട് പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ വെറും റൂമർ ആയിരുന്നു എന്ന് മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫൗസ്റ്റീന മാർക്വസ് ഉള്ള ടെൻറ്റിലേക്ക് പോവുകയാണ്. അവിടെ വിഷമത്തോടുകൂടി തന്നെ ഇരിക്കുന്ന മാർക്വസിനെയാണ് ഫൗസ്റ്റീന കാണുന്നത്. ഫൗസ്റ്റീനെ കണ്ടപ്പോൾ മാർക്വസിന് ആ വിഷമത്തിൻ്റെ ആക്കമൊന്ന് വർദ്ധിക്കുകയാണ് ശരിക്കും ഉണ്ടായത്. എന്താണ് ഫൗസ്റ്റീന ഈ കേൾക്കുന്നത്? ഈ കേട്ടതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഫൗസ്റ്റീന വളരെയധികം വിഷമത്തോടു കൂടി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ആ കേട്ടതൊക്കെ തന്നെയും റൂമറാണ്, ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കഥകൾ മാത്രമാണ്. ഞാൻ അങ്ങനെ ഈജിപ്തിലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. താങ്കൾ മരണമടഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ താങ്കൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മാർക്വസ് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അതിന് മറുപടി നൽകിയത്. എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ കേട്ടതൊക്കെ പച്ചക്കള്ളമാണെന്ന്. പക്ഷേ അത് നിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമായിരുന്നു. എനിക്ക് സമാധാനമായി. വലിയ രീതിയിലുള്ള ആശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. ഫൗസ്റ്റീന ഒരു ഇടിവെട്ടിയ അവസ്ഥയിലായിപ്പോയി. തൻ്റെ ഭർത്താവിനോട് താൻ ഒരു വലിയ കളവ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ താൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു മാർക്വസ്. കമ്മോഡിയസിനേക്കാൾ വിശ്വസിക്കാൻ സാധിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവിനോട് ഈ കളവ് പറയാൻ പാടില്ലായിരുന്നു. സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അദ്ദേഹം അത് അംഗീകരിക്കുമായിരുന്നു. അതെനിക്കിപ്പോൾ മാത്രമാണ് ബോധ്യമായത്. പക്ഷേ ഞാൻ പറഞ്ഞത് കളവാണെന്ന് ഇപ്പോൾ മാറ്റി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചങ്ക് തകർന്നു പോകുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് കളവ് പറഞ്ഞു, അതും ഈ ഒരു കാര്യത്തിന് വേണ്ടി കളവ് പറഞ്ഞു. അതൊരിക്കലും അദ്ദേഹം തിരിച്ചറിയാൻ പാടില്ല. പക്ഷേ ഈ കുറ്റബോധത്തോടു കൂടി തന്നെ എനിക്ക് തുടർന്ന് ജീവിക്കാനും സാധിക്കുന്നതല്ല. അന്ന് വൈകുന്നേരം തന്നെ വിഷം കഴിച്ച് ഫൗസ്റ്റീന മരണമടയുകയാണ്. മാർക്വസിനും കമ്മോഡിയസിനും അത് വലിയ ഒരു ആഘാതം തന്നെയായിരുന്നു. വളരെ വിഷമത്തോടു കൂടി തന്നെ അവർ അമ്മയ്ക്ക് യാത്ര പറഞ്ഞു. ഗർമേനിയയുടെ ആ അതിർത്തിയിൽ വെച്ച് തന്നെയായിരുന്നു ശവദാഹം നടന്നത്. അഗ്നിക്കിരയാക്കുകയായിരുന്നു ഫൗസ്റ്റീനയുടെ ശവശരീരം. അത് വലിയ രീതിയിൽ തന്നെ കമ്മോഡിയസിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ ആ മരണം അത് ശരിക്കും രാജ്യത്തിനു വേണ്ടിയുള്ള, തൻ്റെ കുടുംബത്തിനു വേണ്ടിയുള്ള ഒരു മരണമായിരുന്നില്ലേ? തന്നെ ചക്രവർത്തിയാക്കാനുള്ള ഒരു ശ്രമം അതിലില്ലായിരുന്നോ? തൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം തികഞ്ഞ ഒരു ചക്രവർത്തിയായിട്ട് എനിക്ക് മാറണം. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് ഈ രാജ്യം ഭരിക്കണം. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് മറ്റൊരു കമ്മോഡിയസിനെയാണ്. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം ഉണ്ടാകും. ആ സംഭവത്തെ തുടർന്ന്
കേന്ദ്ര കഥാപാത്രത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സിനിമയിലെ വഴിത്തിരിവ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കമ്മോഡിയസ് നിരന്തരമായിട്ട് പരിശീലനത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഒടുവിൽ തന്നെ നിരന്തരം തല്ലി നിലത്തിട്ടുകൊണ്ടിരുന്ന സൈനികനെ അനായാസമായിട്ട് കീഴ്പ്പെടുത്താൻ പോലും അദ്ദേഹത്തിന് സാധ്യമാകുന്നുണ്ട്. പക്ഷേ ആ സൈനികനെ വകവരുത്തുന്നില്ല. ഒരു ഗുരുവിനോടെന്ന പോലെ തന്നെയാണ് ആ സൈനികനെ അദ്ദേഹം കണ്ടത്. കാരണം വളരെ നന്മയുള്ള ഒരു ചക്രവർത്തിയാണ് മാർക്വസിനെ പോലെ തന്നെ മാർക്വസിൻ്റെ മകനായിട്ടുള്ള കമ്മോഡിയസ്. തൻ്റെ മകനിലുണ്ടായിരിക്കുന്ന മാറ്റം വളരെ അഭിമാനത്തോടു കൂടി തന്നെ മാർക്വസ് കണ്ട് മനസ്സിലാക്കി. പക്ഷേ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഗർമേനിയയുടെ അതിർത്തിയിലുള്ള ഈ സൈനികർ. ഇവിടേക്കിപ്പോൾ കാര്യമായിട്ടുള്ള ഫണ്ടൊന്നും ലഭ്യമാകുന്നില്ല. ട്രഷറിയുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾക്കാണ്. സെനറ്റ് അംഗങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി ഗർമേനിയ യുദ്ധഭൂമിയിലേക്ക് കാര്യമായിട്ട് പണം ചെലവഴിക്കേണ്ടതില്ല. പക്ഷേ പണമില്ലാതെ അവിടെ ഇനി യുദ്ധം ചെയ്യാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ മാർക്വസും കമ്മോഡിയസും റോമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. സെനറ്റ് അംഗങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കണം. സെനറ്റ് ഹാളിലേക്ക് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. സെനറ്റ് ഹാളിൽ അദ്ദേഹം കമ്മോഡിയസിനെയും കൊണ്ടുപോകുന്നുണ്ട്. സൈനികപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നേടിയെടുക്കാൻ കമ്മോഡിയസിന് സാധ്യമായിട്ടുണ്ട്. സൈനികരിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ പിടിപാടുമുണ്ട്. എന്നാൽ പൊളിറ്റിക്സിൽ ഇപ്പോഴും ഒരു ശിശു മാത്രമാണ് കമ്മോഡിയസ്. അവൻ പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സെനറ്റിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 പേരുണ്ട്. കാസിയസ് ഡിയോയും ക്വിൻറ്റിനോയസും. 2 പേരും ശക്തരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. 2 പേരുടെയും പിന്നിൽ ഒരുപാട് സെനറ്റ് അംഗങ്ങളുമുണ്ട്. സെനറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 100 കണക്കിന് ആളുകളുണ്ട്. അതിൽ നേതാവ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് ആളുകളുണ്ട്. അത്തരത്തിലുള്ള 2 പ്രഗത്ഭരായിട്ടുള്ള സെനറ്റ് അംഗങ്ങളാണ് ഇവർ 2 പേരും. ഇവരുടെ 2 പേരുടെയും പക്കൽ ഒരുപാട് സെനറ്റ് അംഗങ്ങളുണ്ട്. സെനറ്റ് ഒരു കാര്യം തീരുമാനിക്കുന്നത് ഡെമോക്രസി അനുസരിച്ചിട്ടാണ്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എങ്ങനെയാണോ അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവർ 2 പേരുടെയും പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യവും എന്ത് നിയമങ്ങളും അവിടെ പാസ്സാക്കാൻ സാധിക്കുന്നതാണ്. അതുതന്നെയായിരുന്നു മാർക്വസിൻ്റെയും ഉദ്ദേശം. ഇവർ 2 പേരെയും നേരിൽ പോയി കണ്ടു. എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് പണം റിലീസ് ചെയ്യണം. നമുക്ക് ഗർമേനിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് മറുപടിയായിട്ട് കാസിയസ് ഡിയോ ആണ് പറയുന്നത്, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ചക്രവർത്തി, അങ്ങയോട് വലിയ ബഹുമാനം തന്നെയുണ്ട്. പക്ഷേ റോം വലിയ രീതിയിലുള്ളൊരു കടബാധ്യതയിലേക്കാണ് പോകുന്നത്. നമുക്കിനിയും കൂടുതൽ പണം അതിനുവേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അതിന് മറുപടിയായിട്ട് വളരെ മനോഹരമായിട്ട് മാർക്വസ് സംസാരിക്കുന്നുണ്ട്. ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഗർമേനിയ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി നമ്മുടെ ഒരു പ്രവിശ്യയാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ചരിത്രത്തിൽ അത് സ്വർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കുന്നതാണ്. അവിടുത്തെ സ്രോതസ്സുകൾ, റിസോഴ്സുകൾ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് മാറും. അവിടെ നിന്ന് ഒരുപാട് ടാക്സ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. റോം ഒരു കാലത്തും തകരാത്ത ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നതാണ്. ഇതിനുവേണ്ടി എന്നോടൊപ്പം നിൽക്കുന്നവർക്ക് പല സാമ്പത്തിക സഹായവും ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളൂ. അത് ഒരു തരത്തിലുള്ള കൈക്കൂലിയായിരുന്നു, കൈക്കൂലി തരാമെന്നുള്ള വാഗ്ദാനമായിരുന്നു. അത് മിടുക്കരായിട്ടുള്ള ആ 2 സെനറ്റ് അംഗങ്ങൾക്കും മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വേണ്ട സാമ്പത്തിക സഹായം ഉടൻ തന്നെ പാസ്സാക്കാമെന്ന് അവർ മാർക്വസിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വിദ്യാർത്ഥിയെ പോലെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മോഡിയസ്. മാർക്വസ് കമ്മോഡിയസിനെയും കൂട്ടി ആ സെനറ്റ് ഹാളിൽ നിന്നും ഒരു വിജയിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് രഹസ്യമായിട്ട് കമ്മോഡിയസിനോട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഒരുത്തരെയും വിശ്വസിക്കരുത്, പ്രത്യേകിച്ചും ഈ 2 പേരെ. പിന്നിൽ നിന്ന് കുത്താൻ മിടുക്കരാണ്. പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള ചില കൈക്കൂലികളിലൂടെ അവരെ ഒതുക്കാനും സാധിക്കുന്നതാണ്. അതിലാണ് നമ്മൾ പ്രാഗൽഭ്യം തെളിയിക്കേണ്ടത്. മാർക്വസിന് തൻ്റെ ആരോഗ്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ തന്നെ ഉണ്ട്. തൻ്റെ ആരോഗ്യം അത്ര മികച്ചതൊന്നുമല്ല. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ടെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും താൻ മരണമടയാം. അതിനു മുൻപ് കമ്മോഡിയസിനെ ശക്തനാക്കണം. അവൻ പൊളിറ്റിക്സ് പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ഒരു മികച്ച വ്യക്തിയായിട്ട്, ഒരു പോരാളിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ബന്ധുബലം കുറേ കൂടെ വർദ്ധിപ്പിക്കണം. അതിന് ഉടൻ തന്നെ അവനെ വിവാഹം ചെയ്യിപ്പിക്കണം. നമ്മൾ റോമിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ റോമൻ റോയൽ ഫാമിലിയിൽ നടന്നിട്ടുള്ളതൊക്കെ തന്നെയും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാരേജാണ്. ഒരു വ്യക്തി ശക്തനാകണമെങ്കിൽ അയാൾക്ക് അംഗബലം ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരുപാട് അംഗബലമുള്ള, ഒരുപാട് സെനറ്റ് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിലൂടെ
ആ വ്യക്തി കൂടുതൽ ശക്തനായിട്ട് മാറുകയാണ്. സെനറ്റ് അംഗങ്ങളുടെ സപ്പോർട്ട് അയാൾക്ക് ലഭ്യമാകുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വിവാഹം നടപ്പിലാക്കാൻ മാർക്കോസ് തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ഉപദേഷ്ടാവായിട്ടുള്ള സെനറ്റ് അംഗമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകളെയാണ് മകനു വേണ്ടി ആലോചിക്കുന്നത്. ക്രിസ്പീന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ക്രിസ്പീനയെ ഒരിക്കലും ലുസില്ലയ്ക്ക്, അതായത് കമ്മോഡിയസിൻ്റെ മൂത്ത ചേച്ചിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ക്രിസ്പീന കമ്മോഡിയസിനെ വിവാഹം കഴിച്ചാൽ കമ്മോഡിയസ് ചക്രവർത്തിയാകുമ്പോൾ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ത്രീ ലൂസില്ല അല്ലാതെയായി മാറും. അത് ക്രിസ്പീനയായിട്ട് മാറും. ക്രിസ്പീനയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല ലുസില്ലയ്ക്ക്. ആ ഒരു വൈരാഗ്യം ലുസില്ലയുടെ ഉള്ളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം. അതിനുവേണ്ടി പല ശ്രമങ്ങളും ലുസില്ല നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും വിജയിക്കുന്നില്ല. ഒടുവിൽ അവർ രണ്ടുപേരും വിവാഹിതരാവുകയാണ്. കമ്മോഡിയസ് കുറച്ചുകൂടെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ലുസില്ലയെ നമുക്ക് കലിഗുലയുടെ സഹോദരിയായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കും. അഗ്രിപ്പിനയും വലിയ രീതിയിലുള്ളൊരു അധികാര മോഹിയായിരുന്നു. അഗ്രിപ്പിന കഴിഞ്ഞ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ലുസില്ല ജനിക്കുന്നത്. പക്ഷേ ലുസില്ലയും അഗ്രിപ്പിനെ പോലെ തന്നെ അധികാരദാഹിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മാർക്വസും കമ്മോഡിയസും ഗർമേനിയുടെ അതിർത്തിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. ആ സമയത്തൊക്കെ തന്നെയും യുദ്ധം അവിടെ നിയന്ത്രിച്ചിരുന്നത് പെർട്ടിനോക്സ് ആണ്. പെർട്ടിനോക്സ് മാർക്വസിൻ്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ജനറൽ തന്നെയാണ്. വളരെ മികച്ച ഒരു വ്യക്തി തന്നെയാണ് പെർട്ടിനോക്സ്. ശക്തനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ യുദ്ധഭൂമി ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോയത്. പക്ഷേ തിരികെ മടങ്ങി വരുമ്പോൾ മാർക്വസിനും കമ്മോഡിയസിനും കേൾക്കാൻ സാധിക്കുന്നത് വളരെ വിഷമമുള്ള വാർത്ത തന്നെയാണ്. കൂടുതൽ പട്ടാളക്കാർ മരണമടഞ്ഞിരിക്കുന്നു. ഗർമേനിയക്കാർ കുറേ കൂടെ നമ്മുടെ അതിർത്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടുണ്ട്. അതിനുവേണ്ടിയാണല്ലോ മാർക്വസും കമ്മോഡിയസും റോമിലേക്ക് പോയിരുന്നത്. അത് സാധ്യമായി. ഇനിയും നമുക്ക് കൂടുതൽ സൈനികരെ റിക്രൂട്ട് ചെയ്ത് ഒരു ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ മാർക്വസും പെട്രിനോക്സും ചേർന്ന് നടത്തുന്നുണ്ട്. അതിനെല്ലാം സാക്ഷിയാകുന്നുണ്ട് കമ്മോഡിയസ്. പക്ഷേ ഇതിനിടയിൽ വീണ്ടും രോഗബാധിതനാവുകയാണ് മാർക്വസ്. അപ്പോഴേക്കും റോം കുറേ കൂടി സാമ്പത്തികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റോനൈനസ് പ്ലേഗ്, ആ പ്ലേഗ് അല്ലെങ്കിൽ ആ പകർച്ചവ്യാധി ഇപ്പോൾ കൊടുമ്പിരിയിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ ഇപ്പോൾ തന്നെ ഈ പകർച്ചവ്യാധിയെ തുടർന്ന് 50 ലക്ഷം ആളുകളാണ് മരണമടഞ്ഞിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും പട്ടാളക്കാർ തന്നെയാണ്. ഇത് ഒരു 2000 വർഷം മുൻപുള്ള ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞല്ലോ. 2000 വർഷം മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇത്രയധികം മരണസംഖ്യയൊന്നും ഉണ്ടാകുന്നതല്ല, പ്രത്യേകിച്ചും ഒരു പകർച്ചവ്യാധി കാരണം. ഉദാഹരണത്തിന് നമ്മുടെ കേരളം തന്നെ എടുക്കാം. ഒരു 2000 വർഷം മുമ്പുള്ള ഒരു കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ, ആ ആളുകൾക്കൊരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അവർ മാത്രമേ മരണമടയുകയുള്ളൂ. തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിലുള്ള ആളുകൾ പോലും മരണമടയുകയില്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് കാര്യമായിട്ട് ആരും തന്നെ തിരുവനന്തപുരത്തു നിന്ന് യാത്ര ചെയ്ത് കൊല്ലത്തേക്ക് പോകുന്നതല്ല. ഇത് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്ന് യൂറോപ്പിൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലുള്ള വലിയ പ്രദേശത്ത് മുഴുവനും പകർച്ചവ്യാധി വ്യാപിക്കുകയാണ്. അതിൻ്റെ കാരണം റോമക്കാരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് തന്നെയാണ്. അവർ ധാരാളമായിട്ട് റോഡുകൾ പണിതിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ചിട്ടുള്ള റോഡുകൾ. ആ റോഡുകളിലൂടെ അനായാസമായിട്ട് കുതിരപ്പുറത്തും ഒക്കെ ആയിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ പട്ടാളക്കാർ നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലോങ് ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യുന്നുണ്ട്. സന്ദേശവാഹകരുണ്ട്. ഗർമേനിയിൽ നിന്ന് സന്ദേശം റോമിലെത്തിക്കാനും അവിടെ നിന്ന് ഈജിപ്തിലെത്തിക്കാനും ജുദയിലെത്തിക്കാനും തുർക്കിയിലെത്തിക്കാനുമായിട്ടൊക്കെ ഒരുപാട് സന്ദേശവാഹകരുണ്ട്. അവർ നിരന്തരം യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള യാത്രകൾ കാരണമാണ് റോം മുഴുവനും ഈ പകർച്ചവ്യാധി വ്യാപിക്കുന്നത്. അതിനെ തുടർന്ന് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ചക്രവർത്തിയായിട്ടുള്ള മാർക്വസ് ഒറാലിയസ് തന്നെയാണ്. പക്ഷേ മാർക്വസ് പകർച്ചവ്യാധി വന്നു മരിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന് സ്ഥിരമുണ്ടായിരുന്ന വയറുവേദനയെ തുടർന്നായിരിക്കണം മരണമടഞ്ഞത്. അത് ഒരു സ്റ്റൊമക് ക്യാൻസർ ആകാനാണ് സാധ്യത. അദ്ദേഹത്തിന് പകർച്ചവ്യാധി ആയിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കമ്മോഡിയസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആ രോഗമുണ്ടായി മരണമടയേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ മാർക്വസിൻ്റെ മരണശേഷം കമ്മോഡിയസ് അടുത്ത ചക്രവർത്തിയായിട്ട് മാറുകയാണ്. കമ്മോഡിയസ് ഇപ്പോൾ ശക്തനാണ്. പട്ടാളക്കാരുടെ വലിയൊരു പിന്തുണ തന്നെ നേടിയെടുക്കാൻ
അയാൾക്ക് സാധ്യമായിട്ടുണ്ട്. 88-ാമത്തെ വയസ്സിൽ മാർക്വേസ് മരണമടയുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് കമ്മോഡിയസിൽ നിന്നും നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ വാക്ക് കമ്മോഡിയസ് പാലിക്കുമെന്ന് തന്നെയാണ് മാർക്വേസ് പ്രതീക്ഷിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധത്തിൽ നമുക്ക് വിജയിക്കണം, ഗർമേനിയെ തോൽപ്പിക്കണം, അതിനുശേഷം മാത്രം റോമിലേക്ക് മടങ്ങി പോവുക. പക്ഷേ അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് കമ്മോഡിയസിന് മാറുകയാണ് ഉണ്ടായത്. കമ്മോഡിയസിന് എങ്ങനെയെങ്കിലും റോമിലേക്ക് മടങ്ങി പോകണമെന്നാണ്. അയാൾ ഈ യുദ്ധം കണ്ടു മടുത്തു. എത്ര പേരാണ് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകണം. കമ്മോഡിയസ് ചക്രവർത്തിയായി മാറിയെന്ന വാർത്ത ഇപ്പോൾ റോം മുഴുവനും പാട്ടായി. പക്ഷേ റോമൻ പട്ടണത്തിൽ ഇപ്പോൾ കമ്മോഡിയസ് ഇല്ല. അയാൾ ഇപ്പോൾ ഗർമേനിയുടെ അതിർത്തി പ്രദേശത്താണ്. ഗർമേനിയയിലുള്ള അയാളെ കാണാനായിട്ട് അയാളുടെ വളരെ അടുത്ത 2 സുഹൃത്തുക്കൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ലിയാൻഡർ എന്നും സിറ്റോറസ് എന്നുമാണ് അവർ രണ്ടുപേരുടെയും പേര്. രണ്ടുപേരും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. രണ്ടുപേരും അടിമകളായിരുന്നു. അവർക്ക് കമ്മോഡിയസാണ് സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുമായിട്ടാണ് കമ്മോഡിയസിന് എപ്പോഴും സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും വന്ന് കമ്മോഡിയസിനെ കാണുകയാണ്. എന്നിട്ട് കമ്മോഡിയസിനോട് പറയുന്നു, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നീ ചക്രവർത്തിയല്ലേ, തിരികെ കൊട്ടാരത്തിലേക്ക് പോവുക. നമുക്ക് കൊട്ടാരത്തിൽ പോയി സുഖകരമായിട്ട് ജീവിക്കാം. ഇതൊരു വേർഷനാണ്. ചില ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെയാണ്. കമ്മോഡിയസിനെ എങ്ങനെയെങ്കിലും ഈ യുദ്ധക്കളത്തിൽ നിന്നും രക്ഷപ്പെട്ട് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കൊട്ടാരത്തിൽ പോയി അവിടെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുക. മദ്യവും സ്ത്രീകളുമൊക്കെ അവിടെ സുലഭമായിട്ട് ലഭ്യമാകും. പണ്ട് കലികുല കഴിഞ്ഞതുപോലെ കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. പക്ഷേ മറ്റൊരു കൂട്ടം ചരിത്രകാരന്മാർ പറയുന്നത് മറ്റൊന്നാണ്. നിരന്തരമായിട്ടുള്ള ഈ യുദ്ധം കണ്ട് മടുത്ത് പട്ടാളക്കാർ മരണമടയുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ കമ്മോഡിയസ് എടുത്ത ഒരു തീരുമാനമായിരുന്നു എന്നാണ്. യുദ്ധം ഇനി വേണ്ട, വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് റോമിനുണ്ടായിരിക്കുന്നത്, അതിനി ഉണ്ടാകാൻ പാടില്ല, സാധാരണക്കാർക്ക് ഈ പണം ലഭ്യമാകണം. പക്ഷേ കമ്മോഡിയസിൻ്റെ ഈ തീരുമാനം പട്ടാള ജനറൽമാർ അംഗീകരിക്കുന്നില്ല, പ്രത്യേകിച്ചും പെട്രിനോക്സ് അംഗീകരിക്കുന്നില്ല. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല, കാരണം നമ്മുടെ ഒരുപാട് പട്ടാളക്കാർ മരണമടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോവുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ തുടരണം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടല്ലോ. പക്ഷേ പെട്രിനോക്സിൻ്റെ വാക്കുകളിലൊന്നും കമ്മോഡിയസ് വീണു പോകുന്നില്ല. അയാൾ ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയാണ് ഗർമേനിയുമായിട്ട്. ഗർമേനിക്ക് റോമിൻ്റെ ഭാഗമൊന്നും കൊടുക്കുന്നില്ല, മറിച്ച് അവർക്കൊരു അവസരമാണ് കൊടുക്കുന്നത്, റോമാക്കാരാകാനുള്ള ഒരു അവസരം. റോമാക്കാർക്ക് അതൊരിക്കലും സഹിക്കാൻ പോലും സാധിക്കുന്നതല്ല. റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ബാക്കി എല്ലാവരും അവർക്ക് താഴെ വരികയുള്ളൂ. അവർക്ക് താഴെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രീക്കുകാർ വരുന്നത്, ഈജിപ്ഷ്യൻസ് വരുന്നത്, ജൂതന്മാർ വരുന്നത്. ഇവരെല്ലാത്തിനും മുകളിലാണ്. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് ബാർബേറിയൻസ് ആയിട്ടുള്ള ഗർമേനിയൻസ് വരുന്നത്. അവരെ എങ്ങനെ റോമാക്കാരാക്കി മാറ്റാൻ സാധിക്കും? പക്ഷേ കമ്മോഡിയസിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അയാളുടെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയായിരുന്നു. അങ്ങനെ ഈ ഗർമേനിയയിലെ നല്ലൊരു ശതമാനം ആൾക്കാരെ, പ്രത്യേകിച്ചും ആണുങ്ങളെ റോമക്കാരാക്കി മാറ്റുകയാണ്. അവരെ റോമൻ പട്ടാളക്കാരാക്കി മാറ്റുകയാണ്. ഗർമേനിയ ഇനി യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ അതിർത്തികളെല്ലാം അതുപോലെ തന്നെ, പക്ഷേ കൂടുതൽ പട്ടാളക്കാരെ റോമിന് സ്വന്തമായിട്ടുണ്ട്. ഈ ഒരു കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് കമ്മോഡിയസ് തിരികെ റോമൻ സാമ്രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. റോമിൽ ഇനി കമ്മോഡിയസ് ഒറ്റയ്ക്കല്ല ഭരിക്കാൻ പോകുന്നത്, ഒപ്പം ആ 2 സുഹൃത്തുക്കളുണ്ട്. അടിമകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള 2 പേര്. അവർ 3 പേരും ചേർന്ന് എങ്ങനെയാണ് റോം ഭരിക്കാൻ പോകുന്നത്? കലിഗുലയെ പോലുള്ള ഒരു ചക്രവർത്തി ആയിരിക്കുമോ? അതോ തൻ്റെ പിതാവിനെ പോലെ മാർക്വസിനെ പോലുള്ള ഒരു ചക്രവർത്തി ആയിരിക്കുമോ കമ്മോഡിയസ്? എന്തൊക്കെ സംഭവബഹുലമായിട്ടുള്ള സംഭവങ്ങളാണ് ഇനി റോമിൽ അരങ്ങേറാൻ പോകുന്നത്? അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.